Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Okay. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് ലബോറട്ടറി സർവീസസിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരുന്നു അല്ലെ. ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ 8 പോയിന്റുകൾ വരെ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. 8 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള പോയിന്റ്സും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നുകൂടെ പറയാം. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങാം ക്ലാസ് കേട്ടോ. ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാനേ. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. 8 പോയിന്റുകൾ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8ാമത്തെ പോയിന്റ് ഇതായിരുന്നു, make sure that communication of laboratory data and appropriate result reporting. അതായത് ഒരു ലാബ് മാനേജറുടെ ഉത്തരവാദിത്വമാണ് ഈ പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള ലബോറട്ടറി ഡാറ്റയുടെ കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിങ്ങും ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അതായത് ലബോറട്ടറി ഡാറ്റകള് പേഷ്യന്റിന്റെ ലാബ് ഡാറ്റകള് അവരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലെ. അതുപോലെ തന്നെ ടെസ്റ്റിങ്ങും മറ്റും കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്? റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം, എന്താണ് പറയുന്നത്? റിലീസ് സാമ്പിൾസ് ടു ദ ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന വരുന്ന സാമ്പിളുകളില് അല്ലെ, ലാബിലേക്ക് വരുന്ന സാമ്പിളുകള് ലബോറട്ടറി ലാബ് സ്റ്റാഫുകൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക അല്ലെ. ടെസ്റ്റിങ്ങിനായിട്ട് വരുന്ന സാമ്പിളുകൾ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഡ്യൂ ഡേറ്റുകളും ടേൺ അറൌണ്ട് ടൈമുകളും അവരെ അറിയിക്കാം. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോ ഒരു സ്പെസിമെൻ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര സമയത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് കൊടുക്കണം അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡ്യൂ ഡേറ്റ്, അതുപോലെ തന്നെ ടേൺ അറൌണ്ട് ടൈം. ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രോസസ് കേട്ടോ. അതായത് ഒരു കാര്യം, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്പെസിമെൻ ലാബിലേക്ക് കൊണ്ടുവരുന്നു, അത് ടെസ്റ്റിനായിട്ട് ലാബ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നു. എന്നിട്ടോ അതിന്റെ ഡ്യൂ ഡേറ്റ് അല്ലെ, ഇപ്പൊ അതിന്റെ റിസൾട്ട് കൊടുക്കണം. ചിലത് എമർജൻസി കേസിലൊക്കെ കൊണ്ടുവരുന്നുണ്ടോ, പെട്ടെന്ന് ടെസ്റ്റിംഗ് നടത്തിയിട്ട് റിസൾട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡ്യൂ ഡേറ്റുകളും ടേൺ അറൌണ്ട് ടൈമുകളും അവരെ കൃത്യമായിട്ട് സ്റ്റാഫുകളെ കൃത്യമായിട്ട് അറിയിക്കുകയും വേണം. ഇതൊക്കെ ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, release samples to the laboratory staff and communicate due dates and turnaround times. അടുത്ത പോയിന്റ് ഇതാണ്, gain the handling and resolution of complex issues and complaints. അതായത് ഇപ്പൊ ലബോറട്ടറി സംബന്ധമായിട്ട് വരുന്ന ചില ഇഷ്യൂസുകള്, പ്രശ്നങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള പരാതികള്, അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങള് കൊടുക്കേണ്ടതും ആര് തന്നെയാണ്? ലാബ് മാനേജറാണ്. അപ്പൊ ഇതൊരു ലാബിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ വരുന്ന സിറ്റുവേഷനില് അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആരാണ്? ലാബ് മാനേജറാണ്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at all labs on demand facilities. അതുകൊണ്ട് പറയാം, responsible for all employees who are working at all labs on demand facilities. അതായത് എല്ലാ ലാബുകളിലും ഓൺ ഡിമാൻഡ് ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ട കാര്യങ്ങൾ അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ട കാര്യങ്ങള് സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്?
ലാബ് മാനേജർക്കാണ്. ഇപ്പൊ ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ അർജന്റ് ആയിട്ട് തന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് കൊടുക്കേണ്ട കേസുകൾ വരില്ല. അതാണ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ പ്രീ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങുകളല്ല, പെട്ടെന്ന് ചിലപ്പോൾ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. സ്പെസിമെൻ കളക്ട് ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് കൊടുക്കേണ്ട ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഓൺ ഡിമാൻഡ്, പെട്ടെന്ന് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ടെസ്റ്റുകളൊക്കെ നടത്തി പെട്ടെന്ന് റിസൾട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അത്തരത്തില് എല്ലാ ലാബുകളിലും അത്തരം ഓൺ ഡിമാൻഡ് ഫെസിലിറ്റികൾ വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ സൂപ്പർവൈസ് ചെയ്യാം, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ലാബ് മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാല് എൻഷുവർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ഓപ്പറേഷൻ. അതാണ് ensure adherence with the federal, state and system regulations to provide operation. Operation means to provide the services. അതായത് ഈ ലാബ് സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഫെഡറൽ, സ്റ്റേറ്റ് സിസ്റ്റം നിയന്ത്രണങ്ങള് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവര് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ലാബ് മാനേജറാണ്. ഓക്കെ, അതായത് ഒരു ലാബിലെ പ്രവർത്തനങ്ങള് അതിന് നമുക്കറിയാം, ഒരു ലാബ് ആയാലും ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അത് ഫെഡറൽ റൂളുകളുണ്ട്, ഫെഡറൽ, സ്റ്റേറ്റ്, റീജിയണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഈ ഹോസ്പിറ്റൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നതിനായിട്ട്. അപ്പോ അത്തരത്തിലുള്ള ലാബിലെ സേവനങ്ങള് നൽകുന്നതിനായിട്ട് എല്ലാവിധ നിയമങ്ങളും എല്ലാവിധ ചട്ടങ്ങളും എല്ലാവിധ റെഗുലേഷൻസുകളും അവര് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെന്താണ്? അഷ്വർ കംപ്ലൈൻസ് വിത്ത് ഓൾ കോർപ്പറേറ്റ് പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ ദ ലബോറട്ടറി. സെയിം അർത്ഥം തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ലബോറട്ടറിക്കകത്ത് എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രോട്ടോകോൾസ് ആൻഡ് പ്രൊസീജിയേഴ്സുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, നമ്മൾ പഠിച്ചല്ലോ ലാബിലെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ ഒരു ലാബിനകത്ത് എല്ലാവിധ കോർപ്പറേറ്റ് പോളിസികള്, പ്രോട്ടോകോൾസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസുകള് അതെല്ലാം അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതും ലാബ് മാനേജറാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? enlarge the lab's research portfolio by helping to develop new research projects and proposals. Enlarge the lab's research portfolio by helping to develop new research projects and proposals. അതായത് ലാബിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലാബിനെ എന്താണ് ബേസ് ചെയ്തുകൊണ്ടുള്ള പുതിയ പുതിയ പ്രോജക്റ്റുകള് അല്ലെങ്കിൽ പുതിയ പുതിയ ഗവേഷണ പദ്ധതികള് അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതിലൂടെ എന്ത് ചെയ്യുക? ആ ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോ കുറേയും കൂടെ വലുതാക്കുക, വിപുലമാക്കുക. ആ ലാബിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പുതിയൊരു റിസർച്ച് പ്രോജക്റ്റുകൾ കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്യാൻസർ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ജീനിൽ എന്തെങ്കിലും സ്റ്റഡി ചെയ്യാനോ ആ രീതിയിലുള്ള ഒരു പുതിയൊരു റിസർച്ച് പ്രോജക്റ്റുകൾ അവർ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ ഗവേഷണ പദ്ധതികൾ, പ്രോജക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ആ ഒരു ലബോറട്ടറിയിലെ ഒരു റിസർച്ച് പോർട്ട്ഫോളിയോ അത് കുറച്ചും കൂടെ എന്താക്കുക? വർദ്ധിപ്പിക്കുക. എന്നുവെച്ചാൽ അതിനെ കുറെ കൂടെ വിപുലമാക്കുക. എന്നുവെച്ചാൽ ആ ലാബിന്റെ ക്രെഡിബിലിറ്റി അതിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ലാബ് ബേസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ പ്രോജക്റ്റുകള്, പുതിയ പുതിയ ഗവേഷണ പദ്ധതികളൊക്കെ നടത്തുമ്പോൾ അത് നമുക്ക് കുറേയും കൂടെ റെക്കഗ്നീഷൻ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ആ ഒരു എന്താ പറയാ ലാബിന്റെ പോർട്ട്ഫോളിയോ അത് കുറേയും കൂടെ, റിസർച്ച് പോർട്ട്ഫോളിയോ അത് കുറേയും കൂടെ എന്ത് ചെയ്യുക? എൻലാർജ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? സെറ്റ് ആൻഡ് കീപ്പ് all laboratory records in accordance with the specifications. അതാണ് set and keep all laboratory records in accordance with the specifications. അതായത് ലാബിലെ എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചുകൊണ്ട് സജ്ജീകരിക്കുക, സൂക്ഷിക്കുക. നമ്മള് ലബോറട്ടറി റെക്കോർഡുകൾ പഠിച്ചില്ലേ? എന്തൊക്കെ ലബോറട്ടറി റെക്കോർഡുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? സ്റ്റോക്ക് കാർഡ്, സപ്ലൈ കാർഡ്, ലബോറട്ടറി രജിസ്റ്ററുകള്, ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ലബോറട്ടറി റെക്കോർഡുകളിൽ ഉൾപ്പെടുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഓരോ റെക്കോർഡുകളും, അവിടെയുള്ള എല്ലാ റെക്കോർഡുകളും, അതുപോലെ SOP പഠിച്ചു അല്ലെ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ,
അപ്പോ അതുപോലെ സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡുകൾ ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡുകൾ ഉണ്ട്, ഇതെല്ലാം അടങ്ങുന്നതാണ് ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് സജ്ജീകരിച്ച് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ ലൈബ്രറിയിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാ പുസ്തകങ്ങളൊക്കെ ശരി ഒരു പ്രത്യേക രീതിയിലല്ലേ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോവൽസ് ഒരു ഭാഗത്ത് അല്ലെ, അല്ലെങ്കിൽ ചെറുകഥകൾ ഒരു ഭാഗത്ത്, അങ്ങനെയൊക്കെയല്ലേ അറേഞ്ച് ചെയ്ത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ഓതേഴ്സിനെ വെച്ചിട്ടൊക്കെ നമ്മൾ ഓരോരുത്തരുടെ പ്രത്യേകം സജ്ജീകരിച്ച് വെക്കും അല്ലെ. എന്നത് നമുക്ക് എടുക്കാനും റിട്രീവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നതുപോലെ ഒരു ലാബിനകത്തുള്ള എല്ലാ റെക്കോർഡുകളും ഓരോന്നും ലബോറട്ടറി രജിസ്റ്ററുകളാണെങ്കിൽ അതൊരു സ്ഥലത്ത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ അതൊരു ഭാഗത്ത് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ എംപ്ലോയീസിന്റെ ട്രെയിനിങ് റെക്കോർഡുകളാണെങ്കിൽ അത് വേറൊരു സെക്ഷൻ ആയിട്ട്, അങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻസിന് അനുസരിച്ചുകൊണ്ട് ലാബിലെ എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് സജ്ജീകരിച്ച് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ നമുക്കൊരു ആവശ്യം വരുമ്പോ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാണ് അല്ലെ. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വെക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. അതൊക്കെയാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് make sure that supplies are available as needed for lab sessions. അതാണ് make sure that supplies are available as needed for lab sessions. ഓരോ ലാബ് സെഷൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. അതും നമുക്കറിയാം, നമ്മൾ ലാബിന്റെ ഡിവിഷൻസ് ഒക്കെ പഠിച്ചു അല്ലെ. തുടക്കം തന്നെ നമ്മൾ ലാബിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് പറഞ്ഞിരുന്നു അല്ലെ. ക്ലിനിക്കൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ പാത്തോളജി അല്ലെ, അതുപോലെ തന്നെ ബയോകെമിക്കൽ അനാലിസിസ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്, അങ്ങനെ നമ്മൾ ഓരോ ഫങ്ഷണൽ ഡിവിഷൻസ് ആയിട്ട് തിരിച്ചില്ലേ. അപ്പൊ ഓരോ ലാബ് സെഷൻസിനും ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു എന്താണ് മൈക്രോബയോളജി ലാബിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് ആയിരിക്കില്ല ഒരു പാത്തോളജി ലാബിന് ആവശ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു പാത്തോളജി ലാബിന് ആവശ്യമായിട്ടുള്ളത് ആവില്ല ഒരു എന്താ പറയാ യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക് പോലെയുള്ള ലാബിന് ആവശ്യമായിട്ട് വരിക. ഓരോ സെഷൻസിനും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ. അപ്പൊ ആ രീതിയിൽ ഓരോ ലാബ് സെഷൻസിനും ആവശ്യമായിട്ടുള്ള സപ്ലൈസുകൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെന്താണ്? സജസ്റ്റ് ദ മെഷേഴ്സ് ടു എൻഹാൻസ് ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് നീഡ്സ് ഫോർ ദ ന്യൂ എക്യുപ്മെന്റ്. അതായത് ഈ പറയുന്ന പുതിയ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഈ പറയുന്ന ടെസ്റ്റിംഗ് നടപടിക്രമങ്ങള്, പുതിയ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറെ കൂടെ പുതിയ എക്യുപ്മെന്റുകളുടെ ആവശ്യകതകള്, അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, പുതിയ എക്യുപ്മെന്റ്സുകൾ, ടെസ്റ്റിംഗ് നടപടിക്രമങ്ങളൊക്കെ കുറെ കൂടെ ഫാസ്റ്റ് ആക്കാൻ, കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ കുറെ കൂടെ പുതിയ എക്യുപ്മെന്റുകളൊക്കെ കൊണ്ടുവരാൻ, അങ്ങനെയൊക്കെയുള്ളതിന് വേണ്ട നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടത് ഒരു ലാബ് മാനേജറാണ് കേട്ടോ. മറ്റൊരു ലാബിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹമാണ്. പിന്നെ എന്താണ്? മോണിറ്റർ, അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ എക്സ്പെൻസ് ആൻഡ് റവന്യൂ വിത്തിൻ ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ളിൽ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ആണ്. അപ്പൊ ആ ഒരു ലബോറട്ടറിക്കകത്ത് വരുന്ന ചെലവുകള്, അവർക്ക് വരുന്ന വരുമാനം, അവരുടെ റവന്യൂ, അവരുടെ ചെലവുകള്, അത് കൃത്യമായിട്ട് നിരീക്ഷിക്കുക, അത് എന്താ പറയാ അനലൈസ് ചെയ്യുക അല്ലെ. അനലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാബ് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതിന് കുറെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നുള്ളൂ, വേറൊന്നും ഇല്ല അതിനകത്ത് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഒരേ കാര്യം തന്നെയാണ് പലയിടത്തും പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ലബോറട്ടറി ലാബ് മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ സൂപ്പർവൈസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാല് നിങ്ങളോട് ചോദിക്കുക എങ്ങനെയായിരിക്കും? ഒരു ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിക്കും. എന്നിട്ട് കുറച്ച് 4 ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസിനകത്ത് ഇതിൽ പറയുന്ന ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടാകും, ഇതിലല്ലാത്തൊരു പോയിന്റ് ചിലപ്പോൾ തരും. ഓക്കെ, അപ്പൊ ഇതിലല്ലാത്ത പോയിന്റ് അപ്പൊ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പൊ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഒരു ലാബ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങളാണ് ഈ പറഞ്ഞത്. ഒരു ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ ആവശ്യമുള്ള സമയത്ത് നഴ്സിംഗ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക, പിന്നെ ലാബ് സംബന്ധമായിട്ടുള്ള പോളിസികൾ, പ്രൊസീജിയറുകൾ അതൊക്കെ ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുക. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരുന്നുണ്ട് കേട്ടോ.
ഇതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. ലാബ് എന്താണ്, അതിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് നിങ്ങൾ 5 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നിനകത്ത് എന്തൊക്കെയാ വരുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഹൈറാർക്കിയൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരുന്നില്ലേ, അതില് ഓരോ പൊസിഷൻ അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ലബോറട്ടറിയിൽ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഒരു നല്ല ലാബിൽ ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചത്. പിന്നെ ലാബിലെ സൈൻസ് ആൻഡ് സിമ്പലുകൾ അത് നോക്കണോണ്ടോ, അതിലേതെങ്കിലും സൈനോ സിമ്പലോ തന്നിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നത് നമുക്ക് ചോദിക്കും, അപ്പൊ അതറിയണം. പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ, അങ്ങനെയുള്ള ഒരു 4 സ്റ്റെപ്പ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ LIS എന്താണ്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്, അതുപോലെ HIS എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ? ചാപ്റ്റർ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് കിടക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ചാപ്റ്റർ ഡയാലിസിസ് സർവീസസ് ആണ് കേട്ടോ. ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഡയാലിസിസ് തുടങ്ങാം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒത്തിരി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരുപാട് പോയിന്റുകൾ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഡയാലിസിസ് സർവീസസ്. ആർക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ചെയ്യുന്നത് ഡയാലിസിസ് അതെ, കിഡ്നി പേഷ്യൻസിന് ചെയ്യുന്നതാണ് അല്ലെ ഡയാലിസിസ്. അതെ, അപ്പോ നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്നത് ഒരുപാട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് അല്ലെ കിഡ്നി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മനുഷ്യനിൽ ഒരു ജോഡി കിഡ്നിയാണ് ഉള്ളത് അല്ലെ. നമ്മുടെ നട്ടെല്ലിന്റെ ഇരുവശത്തുമായിട്ടാണ് കിഡ്നി സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പോ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ എന്താണ്, നമ്മുടെ ശരീരത്തിൽ എന്ത് ഫങ്ഷനാണ് കിഡ്നി ചെയ്യുന്നത്, എന്ത് ഫങ്ഷനാണ് കിഡ്നി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തില്? ഇത് അറിയുന്നുണ്ടാവും, എന്തായാലും അറിയുന്നവരൊന്ന് പറയാം എന്തൊക്കെ ഫങ്ഷൻസ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ലക്ഷ്മി, ദിവ്യ, റിസ്വാന കറക്റ്റ് ആണ് കേട്ടോ. ഗ്രീഷ്മ പ്യൂരിഫിക്കേഷൻ അല്ലെ. ഓക്കെ, ആൽഫിയ കറക്റ്റ് ആണ് കേട്ടോ. ഗ്രീഷ്മ വിജയ ബ്ലഡ് പ്യൂരിഫയർ ആണ് അല്ലെ. അതെ, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങള്, അധിക ദ്രാവകങ്ങള്, ഇതിനെയെല്ലാം തന്നെ അരിച്ചു മാറ്റുന്ന ഒരു ഫങ്ഷൻ ആണ് ആർക്കുള്ളത്, കിഡ്നിക്ക്. ഈ ഒരു ഫങ്ഷൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ കിഡ്നി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ പറഞ്ഞ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ് അല്ലെ. നമ്മുടെ ശരീരത്തില് നമ്മുടെ രക്തത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങള്, അധിക ദ്രാവകങ്ങള്, ഇതിനെയെല്ലാം തന്നെ പുറന്തള്ളുന്നത് ആരാണ്? കിഡ്നിയാണ്. എങ്ങനെയാണ് ഈ വേസ്റ്റുകളെയൊക്കെ പുറന്തള്ളുന്നത്? എങ്ങനെയാണ്, എന്തിലൂടെയാണ്? യൂറിനിലൂടെയാണ് അല്ലെ, മൂത്രത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ കിഡ്നി എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കളയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്തെ ധാതു ലവണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്, ആ ധാതു ലവണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? കിഡ്നിയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിലും ആർക്ക് പങ്കുണ്ട്? കിഡ്നിക്ക് പങ്കുണ്ട് കേട്ടോ. അപ്പൊ കിഡ്നി എന്ന് പറയുമ്പോൾ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്തുള്ള ധാതു ലവണങ്ങൾ നിയന്ത്രിക്കുന്നതും അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? കിഡ്നിയാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് ഇത് കിഡ്നി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കിഡ്നി എങ്ങനെയാണ് വേസ്റ്റിനെ പുറത്തോട്ട് കളയുന്നത്? യൂറിനിലൂടെയാണ് അത് പുറത്തോട്ട് കളയുന്നത്. അപ്പം നമുക്കറിയാം, ചിലപ്പോ പല ശാരീരിക അവസ്ഥകൾ കൊണ്ട് അല്ലെങ്കിൽ ചില രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ നമ്മുടെ കിഡ്നി ചിലപ്പോൾ ഭാഗികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊക്കെ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? പ്രവർത്തനരഹിതമാവും അല്ലെ. അങ്ങനെ പ്രവർത്തനരഹിതമാവുന്ന കിഡ്നിക്ക് പിന്നീട് ഈ പറയുന്ന നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങള്, അധിക ദ്രാവകങ്ങള്, അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വേസ്റ്റുകളെ പുറന്തള്ളാൻ സാധിക്കാതെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനില് നമ്മുടെ കിഡ്നിയുടെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് ഡയാലിസിസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ഡയാലിസിസ് എന്താണെന്ന് അറിയാവുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങള്, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് യന്ത്രങ്ങള്, ഉപകരണങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി വളരെ സുരക്ഷിതമായിട്ട് അതീവ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് ഇത് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഡയാലിസിസ് എന്താണെന്നൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡയാലിസിസിനെ പറ്റിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡയാലിസിസ് എന്താണ്, പിന്നെ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ 2 ടൈപ്പ് ഡയാലിസിസുകളാണ് ഉള്ളത്. 2 ടൈപ്പാണ്. ഒന്ന് ഹീമോ ഡയാലിസിസ് ഉണ്ട്, മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ്. അങ്ങനെ 2 ഡയാലിസിസുകൾ പഠിക്കാനുണ്ട്. പിന്നെന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെ 3 ടൈപ്പുകളുണ്ട്. അതുപോലെ നമ്മുടെ ഡയാലിസിസ് സെന്റർ എന്താണ്, പിന്നെ ഒരു ഡയാലിസിസ് ഫെസിലിറ്റികൾ, ഒരു ഡയാലിസിസിന് വേണ്ട ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്, ഡയാലിസിസ് കോർഡിനേറ്റർ ആരാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, പിന്നെ പൊതുവെ ഡയാലിസിസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ഷോർട്ട് ഫോംസുകൾ വരുന്നുണ്ട്. ആ ഷോർട്ട് ഫോമുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം, തുടങ്ങാം നമുക്ക്. ഡയാലിസിസ് സർവീസസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. The kidneys are the organs that purify the blood by removing waste and excess fluid from your body. അല്ലെ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങള്, ഇവയെല്ലാം തന്നെ എന്താണ് ഫിൽറ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് അത് കിഡ്നി എന്ന് പറയുന്നത്. ഓക്കെ, this waste is sent to the bladder for the elimination when you urinate. അല്ലെ, അപ്പൊ നമുക്കറിയാം യൂറിനിലൂടെയാണ് ഈ മാലിന്യങ്ങൾ നമ്മൾ പുറന്തള്ളുന്നത് അല്ലെ. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡയാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡയാലിസിസ് is a kind of treatment that removes extra fluid and waste product from the blood when the kidneys are not able to. Okay, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു പോകുമ്പോൾ, കിഡ്നി പ്രവർത്തനരഹിതമാകുന്ന സിറ്റുവേഷനില് എന്താണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങള് അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡുകള് അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ചികിത്സാ രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ കിഡ്നിയുടെ അസുഖത്തിന് സുഖപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം എന്ത് ചെയ്യുന്നു, നമ്മൾ യന്ത്രങ്ങളും മറ്റുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ അസുഖത്തിന് ഭേദപ്പെടുത്തുന്നു എന്നല്ല. അതിനങ്ങനെയല്ല അത് ചെയ്യുന്നത്. കിഡ്നി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ ജസ്റ്റ് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് എന്ത് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഇൻ 1940s. ആ 1940s എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മൾ ആദ്യമായിട്ട് ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1940s കേട്ടോ. 1940 കാലഘട്ടം അതിന് ശരിക്കും ഒരു 2ാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു സമയത്താണ് നമ്മുടെ ഡയാലിസിസ് ആദ്യമായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. And it became a standard treatment for kidney failure starting in the 1970s. പിന്നീട് 1970കളൊക്കെ ആയി കഴിഞ്ഞപ്പോ ഈ പറയുന്ന വൃക്ക തകരാറുകൾ സംഭവിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ഒരു കോമൺ ചികിത്സയായിട്ട് എന്ത് മാറി? ഡയാലിസിസ് മാറി. പക്ഷെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഫസ്റ്റ് ടൈം ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1940 കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പൊ മറന്നു പോകരുത്. പിന്നീട് 1970 കാലഘട്ടത്തിലായപ്പോ കുറെ കൂടെ അത് പോപ്പുലറൈസ്ഡ് ആയി. ദാറ്റ് മീൻസ് വൃക്ക തകരാറുകൾ സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ഒരു കോമൺ ചികിത്സയായിട്ട് എന്ത് മാറി? ഡയാലിസിസ് മാറി. ഓക്കെ, ഇനി നോക്കുക. ഫോളോയിങ് ദിസ് മില്യൺസ് ഓഫ് പേഷ്യൻസ് ഹാവ് ബീൻ ബെനിഫിറ്റഡ് ബൈ ദിസ് ട്രീറ്റ്മെന്റ്. അറിയാലോ, നമുക്ക് ഒരുപാട് കിഡ്നി പേഷ്യൻസ് ഉണ്ട്. ഇഷ്ടംപോലെ ആളുകള് ഈ ഒരു എന്താ പറയാ ഡയാലിസിസിന്റെ ആ ഒരു ബെനിഫിറ്റ്, ഡയാലിസിസിന്റെ ആ ചികിത്സ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് ഇത് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഡയാലിസിസ് എന്താണ്, ഡയാലിസിസ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്, ഇതാണ് അവിടുന്ന് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. 1940s. അടുത്ത നോക്കുക കേട്ടോ. Dialysis can be done in a hospital, a dialysis center or at a home.
The doctor will determine which type of dialysis and the best place based on the medical condition. ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, പിന്നെ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്, അവിടെ ചെയ്യാം. അതുകൂടാതെ വീട്ടിലും ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടിലത് ചെയ്യാൻ പറ്റും, സംഭവം ചെയ്യാൻ പറ്റും. വീട്ടിലും ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ഒക്കെ ഉണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം. അതിന് ഏത് രീതി എടുക്കണം, എവിടെ ചെയ്യണം, അതെങ്ങനെ, അത് ഏത് രീതിയിൽ അത് ഡയാലിസിസ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അതും പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഡോക്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം. ദ ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് റിലേ ബോഡി സൈസ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി ആൻഡ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റുകളാണ് കേട്ടോ. അതായത് ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്തിനൊക്കെയാണ് ആശ്രയിക്കുന്നത്? അതായത് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, ആ ഒരു കാലയളവ്, അത് 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് 3 കാര്യങ്ങള്. ഫസ്റ്റ് വൺ ബോഡി സൈസ്, ശരീരത്തിന്റെ വലുപ്പമാണ് കേട്ടോ. ഓക്കെ, ബോഡി സൈസ്. രണ്ടാമത് എന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളുടെ അളവ്. പിന്നെ മൂന്നാമത്തെ എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, ആ ഒരു രോഗിയുടെ നിലവിലുള്ള അവസ്ഥ, അതായത് അവരുടെ ആ ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥ. ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു കാലയളവ് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ബോഡി സൈസ്, അതൊക്കെ അറിയാം. അപ്പൊ ബോഡി സൈസ് കൂടുതലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ബോഡി സൈസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ശരീരത്തിനകത്ത് നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസിന്റെ അളവ് കൂടുതലായിരിക്കും, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ വേസ്റ്റുകൾ അവരുടെ ബ്ലഡിൽ ഉണ്ടാകാം, ശരീരത്തിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഇരിക്കട്ടെ, അവർക്ക് നമുക്ക് ചിലപ്പോ ഫ്രീക്വന്റ് ആയിട്ട് ഡയാലിസിസ് ഒരു പക്ഷെ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? ബോഡി സൈസ് കൂടുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ആക്ടിവിറ്റീസുകൾ കൂടും. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളുടെ അളവ് കൂടുതലായിരിക്കാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഒരു ഫാക്ടറാണ് ബോഡി സൈസ്. പിന്നെ നമ്മൾ പറഞ്ഞത് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവ്. ഇപ്പൊ മാലിന്യങ്ങൾ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് ചിലപ്പോ എന്താണ് ഡയാലിസിസ് ചിലപ്പോ 1-2 തവണ മാത്രം ചെയ്യേണ്ടി വരും. അതേസമയം മാലിന്യങ്ങളുടെ അളവ് കൂടുതലാണെങ്കിലോ, അപ്പൊ കൂടുതൽ സമയമാണെങ്കിൽ കൂടുതൽ ഇടവിട്ട് ചിലപ്പോൾ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? പിന്നെ പറയുന്നത് എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് ആണ്, അതായത് രോഗിയുടെ നിലവിലുള്ള ശാരീരികാവസ്ഥ. ഇപ്പോ ഇവൻ അയാളൊരു ഡയാലിസിസ് പേഷ്യന്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഡയാലിസിസ് അധികം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചിലപ്പോ 1-2 തവണ കൊണ്ട് ചെയ്യാം. അതേസമയം വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ വളരെയധികം കിഡ്നി ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഡയാലിസിസ് കൂടുതൽ തവണ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? 1, ബോഡി സൈസ്. 2, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി. മൂന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. ഓക്കെ, ഇത്രയുമാണ് എന്നത് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ഓർത്ത് വെക്കുക കേട്ടോ. ഡയാലിസിസ് എന്താണ്, എന്നാണ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയത്? 1940s. പിന്നെ നമുക്കറിയാം ഡയാലിസിസിന്റെ ലെങ്ത്, ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ 3 ഫാക്ടേഴ്സും ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങള് വായിച്ചു നോക്കണമെങ്കിൽ നോക്കിക്കോട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ ഇൻട്രൊഡക്ഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂസസ് ആണ് കേട്ടോ. അതായത് നമ്മൾ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുക. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദ 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്. 2 ഡിഫറെന്റ് സിറ്റുവേഷൻ, 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ആ 2 സിറ്റുവേഷന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നതാണ് dialysis may be used for the patients who have recently lost kidney functions.
റീസെന്റ് ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ്. അതായത് റീസെന്റ് ആയിട്ട്, അതായത് പെട്ടെന്ന് ഉണ്ടാകുന്നത് കേട്ടോ. റീസെന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഉണ്ടാകുന്ന വൃക്ക തകരാറുകള് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് എന്താണ് വൃക്ക തകരാറുകൾ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്താറുണ്ട്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്താറുണ്ട്. ആ ഒരു കണ്ടീഷൻ, അതായത് പേഷ്യൻസ് വിത്ത് who have recently lost kidney function, അതിന് നമ്മൾ എന്താ പറയാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയാ. എന്താണ് പറയാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഷോർട്ട് ഫോം കിട്ടിയല്ലോ, ARF. എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ. റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? The patients who have recently lost kidney function, അതെല്ലാം ചെയ്ത് വെക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാകുന്ന വൃക്ക തകരാറുകള് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വൃക്ക തകരാറുകൾ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ അതാണ്. ദെൻ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കൂ. യൂസ്ഡ് ഫോർ പേഷ്യൻസ് ഹു ഹാവ് permanently lost the kidney function. Permanently lost the kidney function, that is called a chronic or end stage renal failure. അതായത് പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? ശാശ്വതമായിട്ട് വൃക്ക തകരാറുകൾ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വൃക്ക തകരാറുകൾ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ the patients with who have permanently lost the kidney function, അതിനെ നമ്മൾ എന്താ പറയാ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നാണ് പറയാ. ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? ARF എന്താണ്? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്താണ്? ARF എന്ന് പറഞ്ഞാൽ the patients with who have recently lost kidney function. പിന്നെ മറ്റേ എൻഡ് സ്റ്റേജ് അഥവാ ക്രോണിക് എന്ന് പറഞ്ഞാല് the patients who have permanently lost kidney functions. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ നമുക്ക് നോക്കാം. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI. ഓക്കെ, AK. അപ്പൊ അതായത് എന്താണ് തോന്നണ്ട, നമ്മൾ പറഞ്ഞില്ല അക്യൂട്ട് റീനൽ ഫെയിലിയർ പറഞ്ഞില്ലേ, ആ സംഭവം തന്നെയാണ് കേട്ടോ. എന്താണ് പറയുന്നത്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി കേട്ടോ. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന ARF-ഉം അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന AKI-യും ഒന്ന് തന്നെയാണ്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഷോർട്ട് ഫോമുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇത്രയും നീട്ടി തരത്തിലും തരില്ല. AKI, ARF അങ്ങനെയൊക്കെ തരുമ്പോൾ എന്താന്ന് വിചാരിക്കരുത്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നോക്കാം. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓഫ് കിഡ്നി ഡാമേജ്. നേരത്തെ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വൃക്ക സ്തംഭനമാണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വൃക്കനാശനം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു സാഹചര്യമാണ് കേട്ടോ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. That happens within a few hours or days. അപ്പോ ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ സംഭവിക്കുന്നത് ഫെയിലിയർ ആണിത്. ഓക്കെ, AKI is normally treated in a hospital setting with the intravenous fluids that is given through the vein. പൊതുവെ നമ്മൾ ഈ AKI-ക്കുള്ള ട്രീറ്റ്മെന്റുകൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻട്രാവെനസ് ഫ്ലൂയിഡ് സെറ്റിംഗ്സ് ഉള്ള ഹോസ്പിറ്റലുകളിലാണ്. അതായത് നമുക്ക് പേഷ്യന്റിനെ അവിടെ കിടത്തി ഇൻപേഷ്യന്റ് ആയിട്ട് കിടത്തി അവർക്കൊരു IV ഫ്ലൂയിഡ് കൊടുക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളിലാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. AKI പോലെയുള്ള കേസുകളെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇൻ ക്രിട്ടിക്കൽ കേസസ് dialysis may also be necessary for a short time till the kidneys get better. അപ്പോ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ കിഡ്നി ബെറ്റർ ആകുന്നത് വരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിക്കും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? പെട്ടെന്ന് ഉണ്ടാകുന്ന വൃക്കസ്തംഭനമാണ് അല്ലെ. നമ്മൾ പറഞ്ഞല്ലേ ഏതാനും ദിവസങ്ങളോ മണിക്കൂറുകൾക്കുള്ളിലോ സംഭവിക്കുന്നതാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന വൃക്കസ്തംഭനത്തിന് കാരണം എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അപ്പൊ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ പഴയ പോലെ തന്നെ വീണ്ടും അത് റിസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് കിഡ്നി ഒന്ന് ബെറ്റർ ആകുന്നത് വരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ,
അടുത്തതാണ് കിഡ്നി ഫെയിലിയർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൻഡ് സ്റ്റേജ് അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്താണ് കേട്ടോ. നോക്കാം. ആസ് പെർ ദ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് when the kidneys are functioning at only 10 to 15% of their normal function. അതൊന്ന് അണ്ടർലൈൻ ചെയ്താണ് കേട്ടോ. 10 to 15%. നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്, ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു കിഡ്നിയുടെ പ്രവർത്തനം 10-15% ചുരുങ്ങി പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു കിഡ്നി പൂർണ്ണമായിട്ടും തകരാറിലായി, അല്ലെങ്കിൽ അതൊരു ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് നമ്മൾ പറയുന്നത്. എത്രയിലേക്ക് ചുരുങ്ങുമ്പോഴാണ്? 10-15% ചുരുങ്ങുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. At this stage, the kidneys will not be able to keep you alive without an extra help. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഡയാലിസിസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. This is now also known as a end stage kidney disease അഥവാ ESKD. ESKD എന്താണ്? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് ഇതിനെ പറയുന്നു. ഓക്കെ. With kidney failure, dialysis is only able to do some of the work of healthy kidneys, but it is no cure for kidney disease. നേരത്തെ പറഞ്ഞ കാര്യമാണത്. നമ്മൾ ഡയാലിസിസ് ചെയ്യാന്ന് പറയുമ്പോൾ കിഡ്നി ഡിസീസിനെ സുഖപ്പെടുത്തല്ല, കിഡ്നി ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത്രമാത്രമാണ് ഒരു ഡയാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ സുഖപ്പെടുത്താനോ അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖം മാറ്റാനോ ഉള്ള ട്രീറ്റ്മെന്റ് അല്ല അത്. കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. അല്ലാതെ ഡയാലിസിസ് എന്ന് പറയുന്നത്. വിത്ത് ESKD, the patient will require dialysis for the rest of your life or until he or she is able to get a kidney transplant. അപ്പൊ ഇങ്ങനെ ESKD വന്നു കഴിഞ്ഞാല് മിക്കവാറും പേഷ്യന്റിന് അവരുടെ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുന്നത് വരെ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെയെങ്കിലും അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡയാലിസിസ് തുടർന്ന് പോകേണ്ടതായിട്ട് വരും. അതേസമയം അക്യൂട്ട് റീനൽ ഫെയിലിയറിൽ അങ്ങനെയല്ല, കിഡ്നി ബെറ്റർ ആകുന്നത് വരെ മാത്രമേ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ബെറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് അവോയ്ഡ് ചെയ്യാം. പക്ഷെ എൻഡ് സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞാല് ആ ജീവിതം മുന്നോട്ട്, ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഡയാലിസിസ് എന്തായാലും നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, കിഡ്നി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ARF അക്യൂട്ട് റീനൽ ഫെയിലിയർ, അത് തന്നെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ESKD എന്ന് പറഞ്ഞ എൻഡ് സ്റ്റേജ് ഡിസീസ് കേട്ടോ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹൗ ഇറ്റ് വർക്ക്സ്. ഹൗ ഇറ്റ് വർക്ക്സ് മീൻസ് ഹൗ കിഡ്നി വർക്ക്സ് കേട്ടോ. എങ്ങനെയാണ് കിഡ്നി പ്രവർത്തിക്കുന്നത്, കിഡ്നിയുടെ ധർമ്മങ്ങളാണ് അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് ഇവിടെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. Dialysis discharges some of the duties that the kidney normally does to keep your body in balance, such as നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിലനിർത്താനായിട്ട് കിഡ്നി ചില ഫങ്ഷൻസുകൾ, ഡ്യൂട്ടീസുകൾ, കാര്യങ്ങളൊക്കെ കിഡ്നി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് എക്സ്ട്രാ വാട്ടർ വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം പൈലിംഗ് അപ്പ് ഇൻ ദ ബോഡി. അതായത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കിഡ്നി ആണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ വാട്ടർ, അതിന്റെ ദ്രാവകങ്ങള്, മാലിന്യങ്ങള്, അതിനെയൊക്കെ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, ബോഡിയിൽ നിന്ന് അരിച്ചു മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ കുടിഞ്ഞു കൂടുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നു അല്ലെ. വേസ്റ്റുകൾ അങ്ങനെ വരുമോ? ഇല്ല. കിഡ്നി ഫങ്ഷനിങ് ആണോ ആ വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിന്റെ പുറത്തോട്ട് നമുക്ക് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ്, they also help to control blood pressure and control the levels of chemical elements in the blood. അതോടൊപ്പം തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും, അതുപോലെ നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ എലമെന്റ്സ് അഥവാ ധാതു ലവണങ്ങള് അവരുടെ ബാലൻസ് നിലനിർത്തുന്നതുമാണ് തന്നെയാണ് കിഡ്നിയാണ്. ഓക്കെ, ദീസ് ഇലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മൾ പറഞ്ഞു കെമിക്കൽ ഇലമെന്റ്സ് എന്ന് പറഞ്ഞു, അത് എന്തൊക്കെയാവാം? സോഡിയം ആവാം അല്ലെങ്കിൽ പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തിൽ സോഡിയം കുറഞ്ഞാലും പൊട്ടാസ്യം കുറഞ്ഞാലും ഒക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലെ. അത്തരത്തിലുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം അങ്ങനെയൊക്കെയുള്ള ധാതു ലവണങ്ങള് ലെവല് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതും ആര് തന്നെയാണ്? കിഡ്നിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്?
Kidney C1 activate a form of vitamin D that enhances the absorption of calcium. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലോട്ട് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്ന വിറ്റമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. കാൽസിഫെറോൾ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. അപ്പൊ ഈ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ്. അപ്പൊ ആ വിറ്റാമിനെ കുറെ കൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്? കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളായിട്ട് പറയുന്നത്. ഇനി നോക്കുക, when the kidneys are unable to perform these functions due to disease or injury, it is dialysis that can help the body run as normally as possible. Without dialysis, salts and other waste product will pile up in the blood, poison the body and damage other organs. അതായത് ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? കിഡ്നി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കിഡ്നിയുടെ ഡാമേജ് മൂലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തിനെയൊക്കെ ബാധിക്കുന്നു മനസ്സിലായല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഡയാലിസിസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും അത് മറ്റുള്ള പല ഓർഗൻസുകളെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അതിനകത്ത് കിഡ്നിയുടെ ഫങ്ഷൻസുകളാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ. ഡയാലിസിസ് ടൈപ്പുകൾ പ്രധാനമായിട്ടും നമുക്ക് 2 ടൈപ്പുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ഹീമോ ഡയാലിസിസ്, മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? ഹീമോ ഡയാലിസിസ് പഠിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഹീം എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹീം എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ പറഞ്ഞേ. ഹീം എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹീമോഗ്ലോബിൻ. ഹീം എന്നൊക്കെ പറയുമ്പോ ബ്ലഡ്, അതിന്റെ കറക്റ്റ് ആണ് കേട്ടോ. അനുമോൾ, ഫാത്തിമ, ജൂലി കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? റീച്ച, റിഫാന കറക്റ്റ്. ബ്ലഡ് ആണ് അല്ലെ. ബ്ലഡുമായിട്ട് ഓക്കെ, അഞ്ജൂസ്, റിഫാന, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് അല്ലെ എന്ത് ഈ പറയുന്ന ഹീം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ അത് കേൾക്കുക. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് നമ്മൾ ബ്ലഡിനെ എത്തിക്കുകയാണ് കേട്ടോ. ശരീരത്തിന്റെ പുറത്തോട്ട് വെളിയിലോട്ട് നമ്മള് ബ്ലഡിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അതിനെ ഒരു മെഷീനിലൂടെ കടത്തിവിടാണ്. ആ മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്. അതിന് നമ്മള് ഡയലൈസർ എന്നാണ് പറയുക. എന്താണ് പറയാ? ഡയലൈസർ. ഓക്കെ, അപ്പൊ ഈ ഡയലൈസറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബ്ലഡിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ശരീരത്തിലോട്ട് വെളിയിലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ ബ്ലഡിനെ നമ്മള് ഡയാലിസിസ് മെഷീനിലൂടെ കടത്തിവിടുകയാണ്. അപ്പൊ അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അതിലൂടെ ബ്ലഡിനെ കടത്തി വിടുകയും അങ്ങനെ ബ്ലഡിന്റെ ആ മാലിന്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് അതേ അതിലൂടെ തന്നെ നമ്മള് ഇതേ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടെ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഹീമോ ഡയാലിസിസിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് ബ്ലഡ് നമ്മൾ കൊണ്ടുവരുന്നു. എന്നിട്ടോ അതിനൊരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, അതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. അതിന് ഹീമോ ഡയലൈസർ എന്നാണ് പറയുക. അതിലൂടെ നമ്മൾ ബ്ലഡിനെ കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിടുമ്പോൾ ഈ ബ്ലഡിലുള്ള മാലിന്യങ്ങളൊക്കെ അവിടെ അരിച്ചു മാറ്റപ്പെടും. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത് അരിച്ചു മാറ്റപ്പെട്ട ശുദ്ധീകരിച്ച ബ്ലഡിനെ ഇതേ മെഷീന്റെ സഹായത്തോടെ ശരീരത്തിനകത്തേക്ക് തിരിച്ചു കയറ്റി വിടുന്നു. ദാറ്റ് ഈസ് കോൾഡ് എന്ന് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നു. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? എന്താണ് ഹീമോ ഡയാലിസിസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ഹീമോ ഡയാലിസിസ് അഥവാ HD എന്നാണ് പറയാം. HD. അപ്പൊ നമ്മളിതേ മൂന്നാമത്തെ ഷോർട്ട് ഫോം ആണ് പഠിച്ചത്. ആദ്യം ARF പറഞ്ഞു, പിന്നെ AKI പറഞ്ഞു, പിന്നെ ESKD പഠിച്ചു. ഇപ്പൊ പഠിക്കുന്നത് HD. എന്താണ്? ഹീമോ ഡയാലിസിസ് എന്നാണ് കേട്ടോ. നോക്കാം, എന്താണ് ഹീമോ ഡയാലിസിസ്? ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോ ഡയാലിസിസ്. ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഹീമോ ഡയാലിസിസ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാണ്? ഏറ്റവും പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഡയാലിസിസ് ഏതാണ്? ഹീമോ ഡയാലിസിസ് ആണ്. ഓക്കെ,
Hemodialysis is a method in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. കണ്ടോ, ഹീമോഡയാലിസിസിനകത്ത് ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്, അതിനകത്തൊരു സ്പെഷ്യൽ ഫിൽറ്റർ ഉണ്ട്, അത് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി അഥവാ ഡയലൈസർ എന്നാണ് പറയുക. ഓക്കെ, ഇനിയോ this artificial kidney, that means hemodialyzer, eliminates waste and surplus fluid from the blood. അപ്പൊ ഈ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ഹീമോഡയലൈസർ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിനകത്തുള്ള വേസ്റ്റുകളെ മറ്റധിക ദ്രാവകങ്ങളെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയും. അതിനുശേഷം ഫിൽറ്റേർഡ് ബ്ലഡ് ഇസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. അങ്ങനെ ഫിൽറ്റർ ചെയ്ത ബ്ലഡിനെ ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി ശരീരത്തിനകത്തേക്ക് തിരിച്ചു കയറ്റി വിടുന്നു. ഇതാണ് എന്ത്? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ആ കിഡ്നിയുടെ ഫങ്ഷൻസ് അതൊന്ന് വായിക്കാം. വായിച്ചു നോക്കിയോ നിങ്ങള്? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഹീമോഡയാലിസിസ് എന്താന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കാം കേട്ടോ. നമ്മള് ഒരു കാര്യം പറഞ്ഞു, ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡിന് എന്ത് ചെയ്യണം? വെളിയിലോട്ട് കൊണ്ടുവരണം അല്ലെ, പുറത്തോട്ട് നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണ്ടേ അല്ലെ? വെറുതെ നമുക്ക് സിറിഞ്ചുകൊണ്ട് കുത്തിയെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മൾ ആ ബ്ലഡിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പുറത്തോട്ട് കൊണ്ടുവരണം അല്ലെ? അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് ഒരു ഓപ്പണിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? അതിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, നോക്കുക കേട്ടോ. ബിഫോർ സ്റ്റാർട്ടിംഗ് ഹീമോഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലാർ ആക്സസ് സൈറ്റ്. എന്താണ് ആ ഓപ്പണിങ്ങിന് നമ്മൾ എന്താ പറയുന്നത്? വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്നാണ് പറയുക. എന്താണ് പറയാ? ഓപ്പണിംഗ് നല്ല എന്തിനാ പറയാ? വാസ്കുലാർ ആക്സസ് സൈറ്റ്. വാസ്കുലാർ എന്ന് പറയുന്ന വാക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ. വാസ്കുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെസൽസ് ആണ് അല്ലെ, ബ്ലഡ് വെസൽസ് ആണ്. വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് ദ വേ ടു ഗെറ്റ് ദ ഡിസൈർഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഫോർ ദ ഹീമോഡയാലിസിസ് അല്ലെ? ഹീമോഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതിനായിട്ടുള്ള ആ ഒരു വേ ആണ്, ആ ഒരു ആക്സസ് അല്ലെ, ആ ഒരു വഴി, അതാണ് എന്ത്? വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാസ്കുലാർ ആക്സസ് സൈറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. കണ്ടോ, നമ്മുടെ ബ്ലഡ് വെസലിനകത്ത് നമ്മൾ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഇൻ ദ പേഷ്യൻസ് ആണ്. പൊതുവെ എവിടെയായിരിക്കും എന്നറിയോ? നമ്മുടെ പേഷ്യന്റിന്റെ ആമ്, അതായത് കൈത്തണ്ടയിലായിരിക്കും. പൊതുവെ ഇവിടെ കൈത്തണ്ടയിൽ ചെയ്യും, അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആമിന്റെ ഭാഗത്താണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ റിസ്റ്റ്, പൊതുവെ റിസ്റ്റ് അല്ല, ആമിന്റെ ഭാഗത്താണ് ചെയ്യുക കേട്ടോ. ഓക്കെ, സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇനി നോക്കുക, ദിസ് ആക്സസ് സൈറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് an easy way to get the blood from the body through the dialyzer and back into the body. അപ്പൊ ഈ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനൊരു ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡിനെ പുറത്തോട്ട് എത്തിക്കുന്നതും ഡയലൈസറിലൂടെ കടത്തിവിടുന്നതും. അങ്ങനെ ഡയലൈസറിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇതേ ആക്സസ് സൈറ്റിലൂടെ തന്നെയാണ് ബ്ലഡിനെ ശരീരത്തിനകത്തേക്ക് തിരിച്ചു കയറ്റി നമ്മൾ വിടുന്നത്. ഓക്കെ, അപ്പോ ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് പ്രധാനമായിട്ടും നമുക്ക് 3 ടൈപ്പുകളുണ്ട്. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് കേട്ടോ. വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണെന്ന് മനസ്സിലായി. ഈ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ 3 ടൈപ്പുകളുണ്ട്. 3 തരത്തിൽ നമുക്ക് വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് വന്നിട്ട് ഏവിയൻ ഫിസ്റ്റുല.
ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? എ വി ഫിസ്റ്റുല, രണ്ടാമത്തത് എ വി ഗ്രാഫ്റ്റ്, മൂന്നാമത്തത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഇതൊക്കെയാണ് എ വി ഫിസ്റ്റുല. പിന്നെ അടുത്തത് ഏതാണ്? എ വി ഗ്രാഫ്റ്റ്, മൂന്നാമത്തത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഇതാണ് ഈ മൂന്ന് തരത്തിലാണ് നമുക്ക് വാസ്കുലർ ആക്സസ് സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആദ്യത്തെ ആള് നോക്കാം. ആദ്യത്തെ എന്താ നമ്മൾ പറഞ്ഞത്? എ വി ഫിസ്റ്റുലയാണ് അല്ലെ? എ വി ഫിസ്റ്റുല എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നാണ് കേട്ടോ. അതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ഓക്കെ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ആർട്ടീരിയോ ആർട്ടറി അല്ലെ? ആർട്ടറി എന്താണ്? ധമനിയാണ് അല്ലെ? വീനസ് വെയിൻ ആണ് അല്ലെ? സിര എന്ന് പറയും അല്ലെ? അപ്പോ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. എന്താണ് ഈ സംഭവം? ഓക്കെ, ഈ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മള് ഉള്ളു കൊള്ളയായിട്ടുള്ള ഇപ്പൊ നമ്മള് രണ്ട് ട്യൂബുകൾ അല്ലെങ്കിൽ നമ്മൾ രണ്ട് പൈപ്പുകൾ തമ്മിൽ പരസ്പരം നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. അങ്ങനെയാണ് അവിടെ കുറച്ചും കൂടി ഒരു ഉൾവിസ്താരമുള്ള ഒരു ഭാഗം നമ്മൾ ക്രിയേറ്റ്. അത് ആ ഒരു ഭാഗമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഫിസ്റ്റുല എന്നുള്ള പേര് വരാൻ കാരണം. അതായത് നമ്മൾ ഉള്ളു കൊള്ളയായിട്ടുള്ള രണ്ട് എന്താ പറയാ വെസൽസുകള് അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് ട്യൂബുകളെ നമ്മൾ പരസ്പരം കൂട്ടിച്ചേർക്കാൻ വിചാരിക്കാം. അപ്പൊ അത് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ കുറെ കൂടെ ഉൾവിസ്താരമുള്ള ഒരൊറ്റ ഇതായിട്ട് നമുക്ക് ലഭിക്കും അല്ലെ? ആ ഒരു ഭാഗത്തിന് നമ്മൾ ഫിസ്റ്റുല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്നതുപോലെ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് ആർട്ടറി ഒരു ധമനി, അതൊരു ബ്ലഡ് വെസൽ ആണ് അല്ലെ? വെയിനോ ഒരു ബ്ലഡ് വെസൽ ആണ് അല്ലെ? അത് രണ്ടും ഉള്ളു കൊള്ളയായിട്ടുള്ള രണ്ട് ബ്ലഡ് വെസലുകളാണല്ലോ. അപ്പൊ ഈ പറയുന്ന ആർട്ടറിയെയും വെയിനെയും നമ്മൾ എന്താണ്? ഒരു സർജറിയിലൂടെ പരസ്പരം നമ്മൾ കണക്ട് ചെയ്യാണ്. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നോക്കാം, പിക്ചർ നോക്കുക. ഇവിടെ കണ്ടോ? ഇവിടെ നിന്ന് ആർട്ടറി വരുന്നുണ്ട്, ഇവിടെ നിന്ന് എന്തുണ്ട്? വെയിനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, ഈ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മൾ പരസ്പരം ഒരു സർജറിയിലൂടെ പരസ്പരം എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യുന്നു. കണ്ടോ? ആർട്ടറിയെയും വെയിനെയും നമ്മൾ പരസ്പരം എന്താണ്? സർജറിയിലൂടെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അഥവാ എ വി ഫിസ്റ്റുല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെ നമ്മളിവിടെ ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അതായത് നല്ല ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയില് ഇവിടെ നിന്ന് വരുന്ന ബ്ലഡുകള് ഈ ഫിസ്റ്റുലയിലോട്ട് എത്തും അല്ലെ? കാര്യം ഇത് കുറച്ച് ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഉൾവിസ്താരമുള്ള ഒരു ഭാഗമായി മാറിയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മളിവിടെ ഈ ഡയാലിസിസ് മെഷീനെ ഈ ഒരു ഫിസ്റ്റുല ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിന് നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. ഇവിടെ ഒരു സിറിഞ്ച് വെക്കും, നമ്മളൊരു സൂചി വെച്ച് കുത്തി ആ ഒരു ഭാഗത്തിന് ഫിസ്റ്റുലനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യും? ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഈ ഫിസ്റ്റുലയിലേക്ക് ഇങ്ങനെ ഹൈ ഫ്ലോയിൽ ഹൈ പ്രഷറിൽ വരുന്ന ഇങ്ങോട്ട് എത്തുന്ന ബ്ലഡിനെ വളരെ എന്താ പറയാ ഹൈ ഫ്ലോയിൽ തന്നെ നേരിട്ട് നമ്മൾ എന്തിലേക്ക് കടത്തിവിടാണ്? ഡയാലിസിസ് മെഷീനിലോട്ട് കടത്തിവിടാണ്. അങ്ങനെ അത് ഡയലൈസറിലൂടെ കടന്നു പോകുന്നു. ഡയലൈസറിൽ നിന്നും പ്യൂരിഫൈ ചെയ്ത് വരുന്ന ബ്ലഡിനെ ഇതേ ഫിസ്റ്റുല വഴിയായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് തിരിച്ചു കയറ്റി വിടുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതായത് പുറത്തേക്ക് മെഷീനിലോട്ട് കടത്തി വിടുന്നു. അവിടെ നിന്ന് അതേ സമയം തന്നെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ചു കയറി പോകുന്നു. അങ്ങനെ ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് എന്ത്? എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, വായിക്കാൻ നമുക്ക് സംഭവം നിർത്തിയില്ലേ നിങ്ങൾക്ക്? എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, വേണമെങ്കിൽ ചിലർക്ക് ഒരു ഡൗട്ട് തോന്നാം, നമുക്ക് ഇവിടെ മിക്സ് ആവോ? കാര്യം ഇതിൽ കൂടെ തന്നെ ഈ ബ്ലഡ് വരണ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ഇതേപോലെ തിരിച്ചല്ലേ കടന്നു പോകണം, ഇവിടെ ഒരു മിക്സിന് വരില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. അപ്പൊ അതിനായിട്ട് രണ്ട് നീഡിലുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു നീഡിൽ നമ്മൾ എടുക്കാനും ബ്ലഡിന് എടുക്കാനും, ഒരു നീഡിൽ വന്നിട്ട് അകത്തേക്ക് കയറ്റി വിടാനായിട്ട് രണ്ട് വ്യത്യസ്ത നീഡിലുണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട, സംഭവം മനസ്സിലാക്കിയാൽ മതി. ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മളൊരു സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്തൊരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഹൈ ഫ്ലോയിൽ ഹൈ പ്രഷറിൽ വരുന്ന ബ്ലഡിനെ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ നേരിട്ട് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാണ്. അങ്ങനെ ഈ വരുന്ന ബ്ലഡിനെ നമ്മൾ പുറത്തേക്ക് മെഷീനിലൂടെ പോകുന്നു. മെഷീനിലൂടെ പ്യൂരിഫൈ ചെയ്ത് വരുന്ന ബ്ലഡിന് ഇതേ ഫിസ്റ്റുലയിലൂടെ തന്നെ ശരീരത്തിനകത്തേക്ക് കടത്തി വരും. കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എ വി ഫിസ്റ്റുല. അപ്പൊ എ വി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ an artery and vein. Okay, it is a surgical connection between an artery and vein. ഒരു ആർട്ടറിക്കും വെയിനും ഇടയിലുള്ള ഒരു സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയും മതി കേട്ടോ. അടുത്ത നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.